ഇറാനിയൻ തുറമുഖങ്ങളിൽ US ഉപരോധം തുടരുകയാണ്. 38 കപ്പലുകളെയാണ് അമേരിക്കൻ സേന തിരിച്ചയച്ചത്. 38 കപ്പലുകളോട് തിരിച്ചു പോകാനോ അല്ലെങ്കിൽ തുറമുഖത്തേക്ക് മടങ്ങാനോ അമേരിക്കൻ സേന നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. സെൻട്രൽ കമാൻഡ് എക്സിലെ പോസ്റ്റിൽ പറഞ്ഞു. പാകിസ്ഥാനിലെ ഹസ്ര സന്ദർശനത്തിന് ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി റഷ്യയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഒമാൻ സന്ദർശനത്തിന് പിന്നാലെ പാകിസ്ഥാനിലെത്തിയ അദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥരുമായി പ്രാദേശിക സുരക്ഷാ വിഷയങ്ങളിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. അതേസമയം അമേരിക്കൻ പ്രതിനിധികൾ നടത്താനിരുന്ന പാകിസ്ഥാൻ സന്ദർശനം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കിയതോടെ ചർച്ചകൾ പ്രതിസന്ധിയിലായി. യുദ്ധം തീരാൻ അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് ഉപാധികൾ മുന്നോട്ട് വെച്ച് ഇറാനും. ആണവ പദ്ധതികളുടെ കാര്യത്തിലും ഹോർമൂസിലെ ഗതാഗതത്തിലും നിയന്ത്രണങ്ങൾക്ക് വഴങ്ങില്ല എന്നാണ് ഇറാന്റെ തീരുമാനം. ഇക്കാര്യം രേഖാമൂലം പാകിസ്ഥാൻ വഴി അമേരിക്കയെ അറിയിച്ചു എന്നാണ് റിപ്പോർട്ട്. സമാധാനപരമായ ആണവ പദ്ധതി ഉപേക്ഷിക്കില്ല എന്നതാണ് ഇറാൻ മുൻപ് പ്രഖ്യാപിച്ച നിലപാട്. ഹോർമൂസ് കടക്കാൻ കപ്പലുകളിൽ നിന്ന് ഇറാൻ പണം ഈടാക്കാനും തുടങ്ങിയിരുന്നു. ഈ രണ്ട് കാര്യങ്ങളിലും വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറല്ലെന്ന് അറിയിച്ചിരിക്കുന്നു. ഈ നിലപാടിൽ തട്ടിയാണ് ചർച്ചകൾ മുന്നോട്ട് പോകാതിരിക്കുന്നത്. അതിനിടെ ഗൾഫ്, യൂറോപ്യൻ രാജ്യങ്ങൾ സമവായത്തിനായി നയതന്ത്ര ചർച്ചകൾ സജീവമാക്കി. ഖത്തർ പ്രധാനമന്ത്രി, ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി, ഫ്രാൻസ് വിദേശകാര്യമന്ത്രി എന്നിവർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചിയുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. സൗദി വിദേശകാര്യമന്ത്രിയും ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ UAE വിദേശകാര്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തി. അതിനിടെ മധ്യസ്ഥ ചർച്ച കഴിഞ്ഞ് ഒമാനിലേക്ക് പോയ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി പാകിസ്ഥാനിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അടുത്തതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇറാൻ വിദേശകാര്യമന്ത്രി സംസാരിക്കും. ഇറാന്റെ യുറേനിയം ശേഖരം കസ്റ്റഡിയിൽ വയ്ക്കാമെന്ന് റഷ്യ നേരത്തെ അറിയിച്ചതാണ്. മാത്രമല്ല, ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതികൾക്ക് സഹായം നൽകുന്നതും റഷ്യയാണ്. അതുകൊണ്ട് ഒരു സമവായ ഫോർമുലയ്ക്ക് ഇപ്പോഴും സാധ്യതകളുണ്ട്. അതിനിടെ ഇറാൻ അമേരിക്ക ചർച്ചകൾക്കായി ഒരുക്കിയ സെറീന ഹോട്ടൽ പരിസരത്തെ നിയന്ത്രണങ്ങൾ പാകിസ്ഥാൻ പിൻവലിച്ചു. റെഡ് സോൺ മേഖലയും ഒഴിവാക്കി. നേരിട്ടുള്ള ചർച്ചകൾ ഉടനെ അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കാനുള്ള സാധ്യതകൾ അവസാനിച്ചതോടെയാണിത്. എങ്കിലും നയതന്ത്ര തലത്തിലെ ഊർജിതമായ ശ്രമങ്ങൾ സമാധാനത്തിലേക്ക് വഴി തുറക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകാത്തതിനെ തുടർന്ന് പാകിസ്ഥാനിലേക്കുള്ള US പ്രതിനിധികളുടെ യാത്ര ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാൻ സംഘം ഞായറാഴ്ച തിരിച്ചെത്തിയിരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് ആദ്യം അരാങ്ചി മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാനിലെത്തിയത്. മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സേനാ മേധാവി അസീം മുനീറും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, വിദേശകാര്യമന്ത്രി ഇഷാഖ് ധർ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വെടിനിർത്തൽ കരാറിലെ ഇറാന്റെ നിലപാട് പാകിസ്ഥാനോട് അദ്ദേഹം വിശദീകരിച്ചു. ഇറാൻ പ്രതിനിധി സംഘവുമായുള്ള കൂടിക്കാഴ്ച 2 മണിക്കൂർ നീണ്ടെന്ന് വിദേശകാര്യമന്ത്രി ധർ അറിയിച്ചിരുന്നു.